ലളിതമായ ഭാഷാ പ്രയോഗങ്ങളും വാക്കുകളും. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന 9 ഷോർട്ട് സ്റ്റോറീസ്. ഓരോ കഥയിലും നമുക്കായിട്ട് ഓരോ ആശയങ്ങളും. സാൻജോ സൈമൺ എഴുതിയിട്ടുള്ള പ്രണയ പൂമ്പൊടി. മൊത്തം 61 പേജാണുള്ളത് ഈ ബുക്കിന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയിരിക്കലിരുന്ന് വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ പറയട്ടെ, ബുക്കിന്റെ ടൈറ്റിൽ ആൻഡ് കവർ പേജ് കണ്ടിട്ട് ഒരു റൊമാൻറ്റിക് നോവൽ ആകാം, അല്ലെങ്കിൽ പ്രണയം പറഞ്ഞ ഒരുപിടി കഥകളാകാം എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചൊരു ബുക്കാണിത്. പക്ഷെ പിന്നീട് ഇത് വായിച്ചപ്പോഴത്തേക്കും എന്റെ ആ ഒരു കാൽക്കുലേഷൻ ഫുൾ തെറ്റിച്ചൊരു ബുക്കാണ്. കാര്യം നന്മ, സ്നേഹം ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരുപിടി ജീവിതങ്ങളാണ് ഈ ബുക്കിലൂടെ നമുക്ക് പ്രസന്റ് ചെയ്യുന്നത്. അതിലുപരിയായിട്ട് എനിക്കിതില് കുറച്ചും കൂടി എനിക്ക് ബുക്കിന് ഇഷ്ടപ്പെടാൻ കാരണം ഇതാണ്. കുട്ടികളൊക്കെയാണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കഥയിൽ, എല്ലാ കഥകളിലും ഇല്ല, ചില കഥകളിൽ ഇതേപോലെ പിക്ചർ കൊടുത്തിട്ട് തൊട്ട് താഴെയായിട്ട് ആ ഒരു സന്ദേശം, മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി മുതിർന്ന ഒരു കേസിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം തരും. ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു ബുക്ക് തന്നെയാണ് സാൻജോ സൈമൺ എഴുതിയിട്ടുള്ള പ്രണയ പൂമ്പൊടി.